ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റെഡിമെയ്ഡായിട്ടൊരു ടോപ്പൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് സ്ലീവ് വെക്കാനായിട്ട് അറിയില്ല എങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സായിട്ടൊന്ന് കാണിക്കുന്നത്. അപ്പം നമ്മൾ സ്ലീവ് എങ്ങനെയാണ്, അതായത് നമ്മുടെ കൈ എങ്ങനെയാണ് നമ്മൾ വെക്കുന്നതെന്നാണ് നമ്മളിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ള ഒരു പീസ് നമുക്ക് ഇങ്ങോട്ട് ഉള്ളിൽ നിന്ന് അഴിച്ചെടുക്കാം കേട്ടോ. കൈയിൻ്റെ നമ്മൾ സൈഡിൽ അവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് അഴിച്ചെടുക്കുക. ചിലവരെന്താ കൈയിൻ്റെ അതേ ഷേപ്പിന് തന്നെ വെട്ടിയതുണ്ടാവും. ചിലത് ഇതുപോലത്തെ പീസായിരിക്കും. നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് വെറും പീസുകളായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കൈക്ക് അളവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് സ്റ്റിച്ച് ചെയ്ത് നേരെയാക്കി എടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ പാറ്റേൺ വെച്ചിട്ട് നമ്മുടെ കൈയിൻ്റെ ആകൃതിയിൽ നമ്മളത് വെട്ടിയെടുക്കുക കേട്ടോ. നമുക്ക് ചെറിയ സ്ലീവാണ് തന്നിട്ടുള്ളത്, അപ്പോൾ അതാണ് നമ്മൾ ചെറിയ കൈയാട്ടോ വെക്കുന്നത്. അപ്പോൾ ഇതേ ഷേപ്പിന് തന്നെ നമ്മൾ വെട്ടിയെടുത്ത് വെക്കുക. രണ്ട് കൈയും ഇതുപോലെ തന്നെ. ഒരു കൈ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ മേലെ വെച്ചിട്ട് അടുത്തതിന് അളവെടുത്താൽ മതി. അങ്ങനെ നമ്മൾ കറക്റ്റ് അളവിന് തന്നെ വെട്ടിയെടുക്കാം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിനി അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ടൈലറിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യലും ഷേപ്പ് ചെയ്യലൊക്കെ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു പൈസയാവും. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ മെഷീൻ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളൊരു പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കൈ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ആ ഭാഗത്ത് കുറച്ചൊന്ന് അഴിച്ചിടാം. നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഭാഗം ഒന്ന് അഴിച്ചിടുക. അത് നമുക്ക് കടത്തിയിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയൊരു പീസ് ഇങ്ങനെ അഴിച്ചിടുന്നത്. അതിന് ശേഷം നമ്മൾ കൈയൊക്കെ വെച്ചതിന് ശേഷം നമ്മുടെ ഷേപ്പ് അനുസരിച്ച് അത് കൂട്ടി യോജിപ്പിക്കും. അപ്പോൾ ഈ ടോപ്പുമ്മലാണ് കേട്ടോ നമ്മൾ കൈ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതാണ് ടോപ്പിൻ്റെ ഫ്രണ്ട് കേട്ടോ. അതെ, ഫ്രണ്ട് ഭാഗം ഇതാണ്. ഇനി നമ്മുടെ കൈയിൻ്റെ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇനി കൈയിൻ്റെ ഭാഗം ഈ സൈഡിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ഭാഗം ഒന്ന് അഴിക്കാൻ, അടിഭാഗത്ത് കുറച്ചൊന്ന് അഴിച്ചിടുക. നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ കൈയിനെ രണ്ടാക്കി മടക്കുക. എന്നിട്ട് ആ സെൻറ്റർ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. എപ്പോഴും ഒരറ്റത്തു നിന്ന് തുടങ്ങി മറ്റേ അറ്റത്ത് അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ കറക്റ്റ് സെൻറ്റർ ഭാഗമാക്കി പിടിക്കുക. നമ്മുടെ ഈ കൈയിൻ്റെയും ഏകദേശം സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അതിനുശേഷം താഴോട്ട് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമ്മൾ ഊരിയതിന് ശേഷം ബാക്കിയുള്ള സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റ് കണ്ടോ, ആ ഒരു ആ ഒരു സെൻറ്റർ ഭാഗത്ത് സ്റ്റിച്ച് ഉണ്ടാവും. ആ ഒരു ഭാഗത്ത് വേണം നമ്മൾ ഈ കൈ ഫിറ്റ് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ ആ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ വെക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മടക്കിയിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. സെൻറ്റർ തന്നെ എപ്പോഴും നോക്കണം. അപ്പോൾ രണ്ടറ്റവും തമ്മിൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഏകദേശം സെൻറ്റർ നോക്കിയിട്ട് അതുപോലെ വെക്കുക കൈ. കണ്ടോ, ഇനി അടിയിൽ കൂടിയാണ് നമ്മൾ ഈ തുണി വെക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മേലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ സെൻറ്ററിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. താഴോട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ മെഷീൻ്റെ ഉള്ളിൽ നമ്മളിത് വെച്ചതിന് ശേഷം താഴത്തോട്ടാണ് നമ്മൾ അടിക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റാം. അപ്പോൾ ഇതൊക്കെ കയറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കയറ്റണം. അടിയിൽ വേറെ തുണിയൊന്നും പെടുന്നില്ല എന്ന് ഉറപ്പാക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും. പെട്ടെന്ന് നമ്മുടെ അടിയിലത്തെ ആ തുണിയും കൂടെ സ്റ്റിച്ച് ചെയ്താൽ പിന്നെ നമുക്കത് അഴിക്കേണ്ടി വരും. അപ്പോൾ കണ്ടോ, സെൻറ്ററിൽ നിന്നാണ് തുടങ്ങിയത്. അങ്ങനെ ഈ കൈക്കുഴിയുടെ ഈ അടിവശം വരെ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നിർത്തി വേണം ഈ തുണി ഇങ്ങനെ കുറേ ഉള്ളിലേക്കാക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ കൂടെ നമ്മൾ സെയിം നൂല് ഏതാണോ അത് വെച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിലവർ കരിനീല നൂല് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളും കരിനീല നൂലിട്ട് തന്നെ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. അതായത് ഇതുപോലെ അങ്ങോട്ട് അടിക്കുക, താഴെ വരെ നമുക്ക് അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇത് ഊരിയതിന് ശേഷം കണ്ടോ, ഇതിങ്ങനെ അറ്റം വരെ അടിച്ചു കൊടുക്കാം. നമ്മുടെ തുണിയും അതുപോലെ തന്നെ കൈയിൻ്റെ ആ ഭാഗം വരെ അടിച്ചു കൊടുക്കാം. ബാക്കി വരുന്ന തുണി നമ്മൾ വെട്ടിക്കളയാം കേട്ടോ ഷേപ്പ് അടിച്ചതിന് ശേഷം. ഇനി നമുക്കിത് നേരെ തിരിച്ചിടാം. ഇനി അപ്പുറത്തെ പോർഷൻ നമ്മൾ അടിച്ചിട്ടില്ല. അപ്പോൾ അപ്പുറത്തെ ഭാഗം ഇതുപോലെ ബാക്കിയും കൂടെ സെൻറ്റർ ഭാഗത്തുനിന്ന് ഇനി താഴോട്ട് വീണ്ടും തുടങ്ങാം. അങ്ങനെയാണ് നമ്മൾ കൈ ഫിറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരറ്റത്ത് തുടങ്ങിയിട്ട് മറ്റൊരറ്റം വരെ നമ്മൾ അടിക്കാൻ നോക്കരുത്. സെൻറ്ററിൽ നിന്ന് തുടങ്ങുക. ഒരു സൈഡ് അടിച്ചതിന് ശേഷം അടുത്ത ഭാഗം വീണ്ടും സെൻറ്ററിൽ നിന്ന് അപ്പുറത്തെ വശം വീണ്ടും അടിക്കാം. അങ്ങനെ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ. അതിനുശേഷം നമ്മൾ കൈക്കുഴി ഇതുപോലെ ഈ ഒരു ഭാഗത്തെ അളവ് വെച്ചിട്ട് നമുക്ക് എന്തോരാണോ നമ്മുടെ ഒരു അളവ്, നമ്മളൊരു ടോപ്പിൻ്റെ അളവ് നോക്കാം. അതിനനുസരിച്ച് നമ്മൾ കൂട്ടി യോജിപ്പിക്കാം കേട്ടോ. ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ ഇട്ടിരുന്നല്ലോ, ആ ഭാഗം കൂടെ നമുക്ക് അടിക്കാം. സ്ലീവ് വെച്ചോ ഞാൻ കാണിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞു തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.